ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ക്രിപ്റ്റോ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വളരെ ആവേശത്തോടെ കാത്തിരുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള T20 വേൾഡ് കപ്പ് 2026 മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ത്യ 61 റൺസിന് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ഏകപക്ഷീയമായ വിജയം, അല്ലെങ്കിൽ ഒരു വൺ സൈഡ് മാച്ച് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഗെയിമായിരുന്നു. ഒരു അത്ര ആവേശമൊന്നും ഉണ്ടായിരുന്നില്ല മത്സരത്തിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് നേടി. അതായത് ടോസ് വിൻ ചെയ്ത പാകിസ്ഥാൻ ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ഇന്ത്യ 175 റൺസാണ് നേടിയത്. ഇഷാൻ കിഷൻ്റെ ഒരു ബാറ്റിംഗ് പ്രകടനമാണ് എടുത്തു പറയേണ്ടത്. 40 ബോളിൽ നിന്നും 10 ബൗണ്ടറിയുടെയും 3 സിക്സിൻ്റെയും സഹായത്തോടുകൂടി അദ്ദേഹം 77 റൺസാണ് എടുത്തത്. അദ്ദേഹം ഔട്ടാകുന്ന സമയത്ത് ഇന്ത്യൻ ടീം സ്കോർ എന്ന് പറയുന്നത് 88 റൺസായിരുന്നു. അപ്പം ആ 88 റൺസിൽ 77 റൺസും ഇഷാൻ കിഷൻ്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞായിരുന്നു. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മ അദ്ദേഹം നേരിട്ട് 4ാമത്തെ ബോളിൽ തന്നെ ഔട്ടാകുന്നു. എല്ലാ പ്രാവശ്യവും ഔട്ടാകുന്നുള്ള തന്നെ ആ ട്രാപ്പിൽ പെടുകയായിരുന്നു അഭിഷേക് ശർമ്മ. അദ്ദേഹം 4ാമത്തെ പന്തിൽ തന്നെ 0-ന് പുറത്താകുന്നു. അതിനുശേഷം വൺ ഡൗൺ ആയിട്ട് വന്ന തിലക് വർമ്മയെ കാഴ്ചക്കാരായി നിർത്തിക്കൊണ്ടാണ് നമ്മുടെ പോക്കറ്റ് ഡൈനാമോ എന്നറിയപ്പെടുന്ന ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, ഇടംകൈ ബാറ്റ്സ്മാൻ ഇഷാൻ കിഷൻ്റെ താണ്ഡവം. അദ്ദേഹം എല്ലാ ബോളേഴ്സിനെയും, പാകിസ്ഥാൻ്റെ എല്ലാ ബോളേഴ്സിനെയും അടിച്ച് തകർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അതായത് ഷാഹിൻ അഫ്രീദി ആദ്യം എറിഞ്ഞ ഓവർ തന്നെ അദ്ദേഹം 15 റൺസാണ് വഴങ്ങിയത്. അങ്ങനെ ഒരറ്റത്ത് കാവൽക്കാരനായിട്ട് തിലക് വർമ്മയെ നിർത്തിക്കൊണ്ട് നമ്മുടെ ഇഷാൻ കിഷൻ അടിച്ച് തകർക്കുകയായിരുന്നു. അങ്ങനെ ഇഷാൻ കിഷൻ്റെ വിക്കറ്റ് പോയതിനു ശേഷം സൂര്യകുമാറും അതുപോലെ തിലക് വർമ്മയും ചേർന്ന് മെല്ലെ ഒരു പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്തു. പക്ഷേ എന്നാലും ഒരു റണ്ണായി ബോൾ ചെയ്തില്ല. 24 ബോളിൽ 25 റണ്ണാണ് നേടാനാണ് തിലക് വർമ്മയ്ക്ക് സാധിച്ചത്. അതിന് സൂര്യകുമാർ യാദവ് 29 ബോളിൽ 32 റൺസ് നേടി. അങ്ങനെ പിന്നെ അതുകൊണ്ട് ഹാർദിക് പാണ്ഡ്യയ്ക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അവസാനം റണ്ണ് ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ ഫസ്റ്റ് ബോളിൽ തന്നെ അദ്ദേഹം ഔട്ടാകുന്നു. ശുഭൻ ദുബൈയുടെ നല്ലൊരു പ്രകടനം, ഒരു 17 ബോളിൽ 20 സംതിങ് റണ്ണ് ശുഭൻ ദുബൈ നേടുന്നു. റിങ്കു സിംഗിൻ്റെ നല്ലൊരു ഫിനിഷിങ്, ഒരു 4-5 ബോളിൽ 10 റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അതുപോലെ ലാസ്റ്റ് ബോളിലാണ് നമ്മുടെ അസർ പട്ടേൽ ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാവുന്നത്. അങ്ങനെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 എന്നുള്ള ഭേദപ്പെട്ട സ്കോർ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ഓൾറൗണ്ടറുമായിട്ടുള്ള സൈം അയ്യൂബ് അദ്ദേഹം 4 ഓവർ 25 റണ്ണ് മാത്രം വിട്ടെടുത്ത് 3 വിക്കറ്റാണ് വീഴ്ത്തിയത്. മുഹമ്മദ് നവാസ് 4 ഓവർ 20 റൺസ്, അദ്ദേഹം വിക്കറ്റൊന്നും കിട്ടിയില്ല. 28 റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തുള്ളൂ. ഉസ്മാൻ താരിഖ് നമുക്കറിയാം, ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അപകടം വിതയ്ക്കും എന്ന് വിചാരിച്ച ഒരു സ്പിന്നറാണ്. അദ്ദേഹം 4 ഓവറിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 1 വിക്കറ്റ് വീഴ്ത്തിയത്. അവരുടെ മെയിൻ ബോളറായിട്ടുള്ള ഷാഹിൻ അഫ്രീദി 2 ഓവറിൽ നിന്ന് 31 റൺസ് വിട്ടുകൊടുത്തു, അത് 1 വിക്കറ്റ് വീഴ്ത്തുക ചെയ്തത്. അതുപോലെ തന്നെ എബ്രാഹിം അഹമ്മദ് അദ്ദേഹം 3 ഓവറിൽ 38 റൺസാണ് വിട്ടുകൊടുത്തത്. അവർ രണ്ടുപേരും ഭയങ്കര എക്സ്പെൻസീവായിട്ടാണ് ചെയ്തത്. പക്ഷേ എന്തായാലും ഇന്ത്യ 176 എന്ന് പറഞ്ഞൊരു വിജയലക്ഷ്യമാണ് പാകിസ്ഥാൻ്റെ മുന്നിലേക്ക് വെച്ചത്. പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് തുടങ്ങി 4ാമത്തെ ബോളിൽ തന്നെ, അതായത് ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ആദ്യ ഓവറിലെ 4ാമത്തെ ബോളിൽ തന്നെ അവരുടെ മിന്നും ഫോമിലുള്ള സക്കീഫ് ഫർഹാൻ അദ്ദേഹം ഔട്ടാകുന്നു. അങ്ങനെ അടുത്ത 2ാമത്തെ ഓവർ എറിയാൻ പറ്റുന്നത് നമ്മുടെ ബുംറയുടെ ഫസ്റ്റ് ബോളിൽ സൈം അയ്യൂബ് 6 പറത്തുന്നു. 2ാമത്തെ ബോളിൽ അദ്ദേഹം LBയിൽ കുടുങ്ങുകയാണ്. അങ്ങനെ ആ ഓവറിൽ ബുംറ 13 റൺസ് വഴങ്ങിയെങ്കിലും അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള സൽമാൻ അൽക്കയും ആ ഓവറിൽ തന്നെ ഔട്ടാകുന്നു. അങ്ങനെ 13-3 എന്നൊരു 2 ഓവറിൽ 13-3 എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ വീഴുന്നു. അതിനുശേഷം വന്ന് ആർക്കും തന്നെ പ്രത്യേകം ചെയ്യാൻ സാധിച്ചില്ല. ബാബർ അസം പെട്ടെന്ന് ഔട്ടാകുന്നു. അതുപോലെ തന്നെ അതിൽ കുറച്ചെങ്കിലും പിടിച്ചു നിന്നത് അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ടുള്ള ഉസ്മാൻ ഖാനാണ്. അദ്ദേഹം 44 റൺസ് നേടുന്നു. അതിന് മുഹമ്മദ് നവാസ്, അഷ്റഫ്, ഷാദിദ് ഖാൻ അവർ ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ 78-7 എന്നൊരു നിലയിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകൂത്തുന്നു. അപ്പോൾ തന്നെ ഇന്ത്യ വിജയം ഉറപ്പിച്ചിരുന്നു. അതായത് പവർ പ്ലേയിൽ 38-4 പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചാൽ ഇന്ത്യ പവർ പ്ലേ കഴിയുമ്പോൾ 6 ഓവറിൽ 52-1 അവസാന വാലറ്റത്ത് ഷാഹിൻ അഫ്രീദി നടത്തിയ ചെറിയൊരു പോരാട്ടം 19 ബോളിൽ 23 വരെ 100 കടത്താൻ സഹായിച്ചത്. അങ്ങനെ 114 റൺസ്, അതായത് 18 ഓവറിൽ 114-ന് അവർ ഓൾ ഔട്ട് ആവുകയാണ്. അങ്ങനെ ലോകകപ്പ് ചരിത്രത്തിൽ 9ാമത്തെ തവണ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ, T20 വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുമ്പോൾ 8ാമത്തെ തവണ ഇന്ത്യ വിജയം വരിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുംറ ആകെ 2 ഓവറാണ് ചെയ്യേണ്ടി വന്നത്. ബുംറയ്ക്ക് 2 ഓവറിൽ 17-ന് 2 വിക്കറ്റ് നേടാൻ ബുംറയ്ക്ക് സാധിക്കുന്നു. അസർ പട്ടേൽ 4 ഓവറിൽ 29-ന് 2 വിക്കറ്റ് നേടുന്നു. അതുപോലെ തന്നെ കുൽദീപ് യാദവ് 3 ഓവറിൽ 14-1, വരുൺ ചക്രവർത്തി 2 ഓവറിൽ 3 ഓവർ 16-17 റൺസിന് അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നു. തിലക് വർമ്മയ്ക്ക് 1 വിക്കറ്റ്, 2 ഓവറിൽ 11 റണ്ണ് മാത്രം ഇട്ട് തിലക് വർമ്മ 1 വിക്കറ്റ് എടുക്കുന്നു. ഹാർദിക് പാണ്ഡ്യ
വിക്കറ്റ് നേടുന്നു, 2 വിക്കറ്റ് നേടുന്നു. അങ്ങനെ എല്ലാവരും തന്നെ ബോളിങ്ങിൽ തിളങ്ങുന്ന ഒരു ബാറ്റിങ്ങിലും ബോളിങ്ങിലാണ് ഇന്ത്യ കുറച്ചും കൂടി മികച്ചു നിന്നതെന്ന് പറയാൻ സാധിക്കും. അവസാനം റിങ്കു സിംഗ് വരെ ബോൾ ചെയ്യാൻ വരുന്നൊരവസ്ഥ. അപ്പം പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യക്കൊരു വെല്ലുവിളി ഉയർത്തിയില്ല. ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്ക് വന്നില്ല. ആദ്യം ഇഷാൻ കിഷൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് 10 മേലെയായിരുന്നു റൺ റേറ്റ്. അപ്പോൾ ഒരു 200+ സ്കോർ ചെയ്യുമെന്ന് വിചാരിച്ചോടത്തുനിന്നാണ് ഇന്ത്യ 175 റൺ. അപ്പോൾ അത് പാകിസ്ഥാൻ ഒരു പക്ഷേ ഈസി ചെയ്താക്കാം എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിൽ ബോളേഴ്സിന് ഉള്ളൊരു വിശ്വാസം അത് ഇന്ത്യൻ ബോളേഴ്സ് കാത്തു എന്ന് തന്നെ പറയാം. അങ്ങനെ ബാറ്റിങ്ങിൽ ഒരവസരത്തിൽ പോലും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു വെല്ലുവിളി ഉയർത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ വളരെ നമുക്കറിയാം ഈ പാകിസ്ഥാൻ ഈ ഒരു ടൂർണമെൻറ്റ് കളിക്കില്ല, ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്നുള്ള പറഞ്ഞൊരു നിലപാട് പാകിസ്ഥാൻ സർക്കാർ എടുത്തിരുന്നു. അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ICCയുടെ കർശന നടപടി ഭയന്ന് അവർ ഇന്ത്യക്കെതിരെ കളിക്കാൻ തയ്യാറായത്. അവർക്ക് ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം നല്ല സ്പിൻ മാന്ത്രികന്മാർ അവരുടെ ടീമിലുണ്ടെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കി ഇന്ത്യ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മുൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും നിലപോയില്ല. ഗ്രൗണ്ടിൽ ചീട്ടുകൊട്ടാരം പോലെ പാകിസ്ഥാൻ ടീം തകർന്ന് വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഇന്ത്യയുടെ അപ്രമാദിത്വം തുടരുകയാണ് T20യിൽ. അങ്ങനെ ഈ റൗണ്ട് മത്സരത്തിലെ 3 കളികളും ജയിച്ച് ഇന്ത്യ രാജകീയമായിട്ട് സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ നബീബി ആയിട്ടുള്ള ഒരു കളിയുണ്ട്. അപ്പം നബീബി ആയിട്ടുള്ള കളികളെ നിശ്ചയിച്ചിട്ടാണ് പാകിസ്ഥാൻ്റെ സൂപ്പർ 8 പ്രവേശനം എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. എന്ത് തന്നെയായാലും ടീം ഇന്ത്യക്ക് കൺഗ്രാജുലേഷൻസ്. കൂടുതൽ അപ്ഡേഷൻസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രിവ്യൂ വീഡിയോ ഒക്കെ എല്ലാവരും കാണുക, മറ്റ് വീഡിയോസ് എല്ലാവരും കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി അവരും പരിഗണിക്കണം. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.